എന്റെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് അല്ല. എനിക്ക് എന്റെ ടെൻത്ത് ടുവേർഡ്സ് എന്റെ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു ബോയ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ റിലേഷൻഷിപ്പ് 1 മന്തിൽ ബ്രേക്കപ്പ് ആയി. അപ്പൊ ആ ഒരു ടൈം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആ റിലേഷൻഷിപ്പിൽ ഓക്കെ അല്ലായിരുന്നു. എനിക്ക് എന്തോ ഒരു അൺകംഫർട്ടബിൾ സാധനം ഉണ്ടായിരുന്നു. എന്തോ എനിക്ക് അറിയില്ലായിരുന്നു അതെങ്ങനെയാ പറഞ്ഞത്. എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിരുന്നു ആ റിലേഷൻഷിപ്പില്. 10th ടുവേർഡ്സ് ആണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അത് 1 മന്ത് ഒരു സംഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നൂറേനെ പരിചയപ്പെടുന്നത് പ്ലസ് ടുവിലാണ് ആയിട്ട് റിലേഷൻഷിപ്പ് ആവുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതെന്ത് വന്നതിന് ശേഷമാണ് ആ ഒരു അൺകംഫർട്ടബിൾ സാധനം എനിക്ക് മനസ്സിലായത്. അട്രാക്റ്റഡ് ടു എ വുമൺ. എനിക്ക് അതേ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. എനിക്ക് ഇവളോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ഇവിടെ എന്റെ ക്ലാസ്സിലോട്ട് ആദ്യം വന്നപ്പോ എനിക്ക് അവളുടെ ലിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ ലിപ്പുള്ള ആൾക്കാരെ ഞാൻ ടിവിയിലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ എനിക്ക് നേരിട്ട് കണ്ടപ്പോ എനിക്ക് അവളോട് ഭയങ്കര അട്രാക്ഷൻ തോന്നി. അതും ഷോളൊക്കെ ഇട്ട് വന്നപ്പോ ഒരു മൊഞ്ചത്തി കുട്ടിയായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് പറയാം ഞാനും നീ ഒരാണായിരുന്നെങ്കിൽ നമുക്ക് എന്താ എളുപ്പമായിരുന്നല്ലേ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചത്. അങ്ങനെയാണ് ഞാൻ ഇവർക്കും എന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലായപ്പോഴും പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് രണ്ടുപേർക്കും അങ്ങനെ ഇവരെ ഇഷ്ടം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ലാസ്റ്റ് കണ്ടത് മക്കത്ത് വെച്ചിട്ടാണ്. മക്കത്തു നിന്നാണ് ഞങ്ങൾ പിരിയുന്നത്. അപ്പൊ എന്റെ സൈഡ് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവളുടെ എനിക്ക് കുറച്ച് പ്രഷറായിരുന്നു. ഇവള് കോഴിക്കോടാണ്. കല്യാണ ആലോചനകൾ വരുന്നുണ്ട്. അതിനൊരു മൊത്തത്തിൽ കൂട്ടി. അപ്പൊ എനിക്കത് കുറച്ച് പാടായിരുന്നു. വിമൻസ് കോളേജിലാണോ പഠിച്ചത്. ആ പാടെ ഓവർ ബുദ്ധി കൊണ്ട് വേറൊരു ബോയ് ആയിട്ട് റിലേഷൻഷിപ്പ് ആവണ്ടെന്ന് എഴുതിയിട്ട് പെണ്ണുങ്ങളോട് അട്രാക്ഷൻ തോന്നുന്ന എന്നെ കറക്റ്റ് വിമൻസ് കോളേജിൽ കൊണ്ടുവച്ചിട്ട് അപ്പൊ പക്ഷെ എനിക്ക് അട്രാക്ഷൻ തോന്നില്ല. അത് വിചാരിച്ച് ഞങ്ങളെല്ലാം വീട്ടില് പാത്രം കഴുകിയായിരിക്കും ജീവിക്കുക, അല്ലെങ്കിൽ പാലാരിവട്ടം പാലത്തിന്റെ അടിയിലായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഇത്ര അധികം കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ബിഗ് ബോസിൽ ഞാൻ എന്റെ ഫ്യൂച്ചർ വൈഫുമായിട്ട്